അള്ളാഹുവിന്റെ മുന്നിലേക്കുള്ള യാത്രയാണ് നിന്റെ ജീവിതം. അതിന്റെ പരിസമാപ്തിയിൽ നിനക്ക് നഷ്ടം വരാൻ പാടില്ല മകനെ. ഞാനില്ലാത്ത, നിന്റെ ഉമ്മയും പാപ്പയും ഇല്ലാത്തൊരു ലോകത്തേക്ക് കടന്നു പോകണം. അങ്ങനെ ഒരു ബർസഖി ജീവിതം നയിക്കാനുണ്ട് നിനക്ക്. അങ്ങനെ ഒരു പരലോകം കടന്നു വരാനുണ്ടെന്നുള്ള പരമമായ ബോധ്യം പകർന്നു നൽകിക്കൊണ്ട് അവരെ വളർത്താൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടില്ല എങ്കിൽ അവർ നമ്മുടെ കൈപ്പിടിയിൽ നിന്നും വഴുതിപ്പോകാൻ യാതൊരു താമസവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു അവർ സൽക്കർമ്മകാരികളായി മക്കളാകണം. നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, എൻ്റെ ഇണകളെ, എൻ്റെ ഇണയെ, എൻ്റെ മക്കളെ എനിക്ക് നീ കൺകുളിർമയാക്കി കൊണ്ട് പഠിച്ചവനെ, ഇരു ലോകത്തും കൺകുളിർമയാക്കി കൊണ്ട് പഠിച്ചവനെ. വളരെ പ്രസക്തമായ ഒരു പ്രാർത്ഥനയാണ്. ദിനേന എന്നോണം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഈ രണ്ട് വിഭാഗവും പെട്ടെന്ന് കൺകുളിർമ നഷ്ടപ്പെടുന്നതാണ് എന്ന്, വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് വേവലാതികൾ നിറച്ചു നൽകുന്നവരാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഹൃദയം നൊന്ത നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് അനുസൃതമായ പ്രവർത്തനവും അവർക്ക് മുമ്പിൽ നമ്മൾ കാഴ്ചവെക്കണം. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ എന്തെന്ന് അവർ നമ്മളെ കണ്ടു പഠിക്കുമാർ അവരുടെ മുന്നിൽ നമുക്ക് പെരുമാറാൻ കഴിയണം. ധാർമ്മികതയുടെ ആ നല്ല വശങ്ങൾ എന്തൊക്കെയെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കണ്ടു പഠിക്കുമാർ നമ്മൾ അവരുടെ മുന്നിൽ പെരുമാറണം. അതോടൊപ്പം നിരന്തരമായ ഉത്ബോധനം. അവർ നമ്മിലേക്ക് നോക്കുന്നില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നിരന്തരമായ ഉത്ബോധനവും അവരിൽ നമ്മൾ നടത്തുക തന്നെ വേണം. നമ്മുടെ ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം എന്നറിയോ? നമ്മുടെ മയ്യത്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ചിട്ട്, അല്ലെങ്കിൽ റൂമിന്റെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ കിടത്തിയിട്ട് അങ്ങനെ ഒരു രംഗം വരാനുണ്ട്. ആ മയ്യത്തിന്റെ മുമ്പില് പൊന്നുമോന് പൊന്നുമോളൊന്ന് നിന്നുകൊണ്ട് അല്ലാഹു മാഗ്ഫിർ ലഹു വർഹംഹു, പടച്ചോനെ എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, എൻ്റെ ഉമ്മാക്ക് കാരുണ്യം ചൊരിയണേ റബ്ബേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിസ്കരിക്കുന്ന ഒരു മകൻ, ഒരു മകൾ എപ്പോഴെങ്കിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ മക്കളെ? നമ്മുടെ പൊന്നുമക്കളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് വേണ്ടി നീ മയ്യത്ത് നമസ്കരിക്കണമെന്ന്? നീ നമസ്കരിക്കുമ്പോൾ നിന്റെ നെഞ്ചിലുണ്ടാകുന്ന നീറ്റത് മറ്റൊരാൾക്കുണ്ടാകില്ല കുഞ്ഞെ. ഒരിക്കല് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, 37 വയസ്സുള്ള ഒരു സഹോദരി മരിച്ചു. ആ സഹോദരി ഉണ്ടല്ലോ, അവളുടെ ആദ്യത്തെ കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോ ആഗ്രഹിച്ചത് ഈ കുഞ്ഞിനെ എനിക്ക് ഹാഫിളത്താക്കണമെന്നായിരുന്നു. അല്ലെ, മറിയം ബീവിയുടെ ഉമ്മ ആഗ്രഹിച്ചതുപോലെ നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ടോ? അള്ളാന്റെ മാർഗത്തിൽ ഒരു കുഞ്ഞ് ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മുടെ ഗർഭസമയത്ത് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടോ അള്ളാന്റെ മാർഗത്തിൽ ഒരു കുഞ്ഞ്? ഈ ഒരു ഭാഗ്യവതിയായ സഹോദരി ആഗ്രഹിച്ചു, എന്റെ കുഞ്ഞിനെ ഖുർആൻ മനഃപ്പാഠമാക്കണമെന്ന്. ആ കുഞ്ഞ് ഖുർആൻ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കെ ഈ 37 വയസ്സ് മാത്രം പ്രായമുള്ള ഉമ്മ ക്യാൻസർ ബാധിച്ചു മരിച്ചു. ആ മരിച്ച വീട്ടിൽ പോയി വന്ന ആളുകൾ പറയാ, ഇന്ന് വല്ലാത്തൊരനുഭവം ഉണ്ടായി. എന്താണെന്നറിയുമോ? ആ മയ്യത്തിന്റെ മുൻപില് 16 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നുമോള് നിന്നിട്ട് അവളിങ്ങനെ മയ്യത്തിന് ഇമാമത്തായിട്ട് നിന്നിട്ട് അവൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹു മാഗ്ഫിർ ലഹു വർഹംഹു എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോ ആ കുഞ്ഞിന്റെ കണ്ടനാടിയിൽ നിന്ന് അതാ തേങ്ങലുകൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ കുഞ്ഞിങ്ങനെ തേങ്ങി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നമസ്കരിച്ചപ്പോ അതാ പിന്നിൽ അണിനിരന്ന ഞങ്ങളുടെ എല്ലാവരുടെയും തൊണ്ടയിടറിപ്പോയി, കണ്ടമിടറിപ്പോയി, കണ്ണുകൾ വാർന്നൊഴുകിയിട്ട ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും നമസ്കരിച്ച് തീർത്തത് എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ നമുക്കങ്ങനെയുള്ള മക്കള്? നാളേക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന മക്കള്. ആ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാതൃകയുണ്ട്. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ, എൻ്റെ മക്കളെ നീ നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ, നിസ്കരിക്കണേ എന്ന നിർദ്ദേശം നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ വല്ലാത്ത പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. നമസ്കാരമൊക്കെ നിസാരമായി കാണുന്ന ഒരു സമൂഹമാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മക്കള് നാളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരു ഉദാഹരണം ആ വിഷയത്തിലും നിങ്ങളുടെ മുന്നിൽ വെക്കുകയാ ഞാൻ, മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയുമോ? ഒരു ഉമ്മ ഹറമിൽ വെച്ചിട്ട് വല്ലാത്ത കരച്ചിലാണ്. എന്തിനാണ് സദാസമയവും കണ്ണുനീരുണങ്ങാതെ നിങ്ങൾ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ മുമ്പിൽ തവാഫ് ചെയ്യുമ്പോഴും വാർന്നൊഴുകുന്ന കണ്ണുനീരിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞ വർത്തമാനം, എനിക്ക് വെറും 2 മക്കളായിരുന്നു, കുഞ്ഞു പ്രായത്തില് 2 മക്കൾ മതിയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആ മക്കൾ നല്ല നിലയിൽ വളർന്നു വലുതായി. പക്ഷേ എൻ്റെ മകൻ, അവൻ 21 വയസ്സ് പ്രായമുള്ളപ്പോ ഒരു മകനും മകളുമായിരുന്നു എനിക്ക്. എൻ്റെ മകൻ 21 വയസ്സ് പ്രായമുള്ള സമയത്ത് അവനൊരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മകനില്ല. ഉമ്മ എന്ന് വിളിക്കാൻ എൻ്റെ പൊന്നുമോൻ എനിക്ക് ഇന്നില്ല. അവന്റെ
മരണശേഷം ഞാൻ അവനെ എല്ലാ ദിവസവും സ്വപ്നം കാണുന്നു, ഞെട്ടി ഉണരുന്നു. അവന്റെ തണുത്ത വിരലുകൾ കൊണ്ട് എന്നെ തോണ്ടി വിളിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ ഏങ്ങി ഏങ്ങി കരഞ്ഞപ്പോ എന്റെ സങ്കടത്തിന് ഒരു അറുതി ലഭിക്കാനാ, അള്ളാഹുവിന്റെ തിരുഭവനത്തിന്റെ മുന്നിലേക്കൊന്ന് കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനാ ഞാൻ കടന്നു വന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, എന്തിന് സങ്കടപ്പെടണം, എന്തിന് സങ്കടപ്പെടണം? നാളെ ഒരു ലോകമില്ലേ നമുക്ക്? അള്ളാഹു പറയില്ലേ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, കൂടെ കൈപിടിച്ചു കൊണ്ടുപോയിക്കോ. ആരെയെന്നറിയുമോ? സ്വാലിഹീങ്ങളായ നിന്റെ മക്കളെ, സ്വാലിഹീങ്ങളായ നിന്റെ ഇണകളെ, സ്വാലിഹീങ്ങളായ നിന്റെ മാതാപിതാക്കളെ. ഒരു നിബന്ധനയുണ്ട്, അവര് സ്വാലിഹീങ്ങളായിരിക്കണം, അല്ലേ? അങ്ങനെ പറയപ്പെടുന്ന ഒരു ദിനം വരുന്നില്ലേ? എന്തിന് കരയണമെന്ന് ചോദിച്ച ഘട്ടത്തില് ആ ഉമ്മ പൂർവാധികം ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്. എന്റെയും നിങ്ങളുടെയും നെഞ്ചിൽ കോറിയിടാൻ വേണ്ടി ആ ഒരു വാക്കുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാ. ആ ഉമ്മ പറഞ്ഞ വർത്തമാനം, നല്ല സുഖസുന്ദരമായ ജീവിതത്തിന്റെ ഇടയില് ഞാൻ അധികം ഒന്നും ചോദിച്ചിട്ടില്ല, മോനെ നീ നിസ്കരിച്ചോ എന്ന്. അവൻ നമസ്കരിക്കുന്നില്ലെന്ന് അറിയുന്ന നിമിഷത്തിലും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല നീ നമസ്കരിക്കണമെന്ന്. അങ്ങനെ നമസ്കാരത്തിലൊക്കെ അലംഭാവം കാണിച്ചു മരിച്ചുപോയ എന്റെ കുട്ടി, അവനെ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്നോർത്തുകൊണ്ട് അർത്തലച്ച് കരയുന്ന ഉമ്മയുടെ സ്ഥാനത്തേക്ക് ഞാനും നിങ്ങളും ആയിപ്പോകാതിരിക്കണമെങ്കിൽ മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പരലോകത്തിന് വേണ്ടി സുദൃഢമാക്കണമെന്നാണ് എന്നെയും നിങ്ങളെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ ഗൗരവം പാലിക്കേണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വർഗ നരകങ്ങളെ പോലും നിദാനപ്പെടുത്താൻ സാധ്യതയുള്ള ബന്ധം നമ്മുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ സ്വർഗ നരകങ്ങളെ പോലും നിദാനപ്പെടുത്താൻ സാധ്യതയുള്ള ബന്ധം നമ്മുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അതൊരു ദൃഷ്ടാണെന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. എവിടെയോ ജനിച്ച രണ്ടാളുകള്, ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത രണ്ടാളുകള് പരസ്പരം കണ്ടറിഞ്ഞ് സ്നേഹിച്ച് ഉയിരോളം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന ബന്ധം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാ. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ ആ ബന്ധം അതും കളഞ്ഞു കുളിച്ചിട്ടല്ലേ നമ്മുടെ ജീവിതം? ആ ബന്ധത്തിലും ഉലച്ചിലുകൾ സംഭവിച്ചു പോയിട്ടില്ലേ? ഭാഗപ്പഴിവുകൾ സംഭവിച്ചു പോയിട്ടില്ലേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ആരാണ് ഖൈറുൻ നിസാ? നമുക്കറിയാം ആരാണ് ഖൈറുൻ നിസാ. നീ നോക്കിയാൽ അവൾ നിന്നെ സംതൃപ്തിപ്പെടുത്തും, അല്ലേ? ഇവിടെ നമുക്ക് തനിമ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉടനൊന്ന് മനനം ചെയ്യണം. നോക്കുമ്പോ സംതൃപ്തിപ്പെടുത്താറുണ്ടോ? നീ കൽപ്പിച്ചാൽ അവൾ നിന്നെ അനുസരിക്കും. നമ്മളത് ചെയ്യാറുണ്ടോ? നിന്റെ അഭാവത്തിലും അവളുടെ ശരീരവും നിന്റെ ധനവും കാത്തു സൂക്ഷിക്കും. അതൊരു പക്ഷെ നമ്മൾ ചെയ്യാറുണ്ടാകും, അല്ലേ? അതൊരു പക്ഷെ നമ്മൾ ചെയ്യാറുണ്ടാകും. 4 കാര്യങ്ങൾ, യോഗ്യതകൾ മനുഷ്യരെ നിങ്ങൾക്കുണ്ടെങ്കിൽ, സ്ത്രീകളെ എന്നാണ്, സ്ത്രീ സമൂഹത്തിന് 4 യോഗ്യതകൾ ഉണ്ടെങ്കിൽ പുരുഷ സമൂഹത്തോട് ഇല്ല ആ വാഗ്ദാനം. 5 വക്ത് നമസ്കരിക്കുന്ന, അതേ പ്രകാരം റമളാനിലും പൂർണ്ണമായ നോമ്പെടുക്കുന്ന, സദാചാരം കാത്തു സൂക്ഷിക്കുന്ന ഈ 3 യോഗ്യതകളോടൊപ്പം നിന്റെ ഭർത്താവിന്റെ സംതൃപ്തി കൂടി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ സ്വർഗീയ വാതിലുകൾ മുഴുക്കയും 8 വാതിലുകളും നിനക്ക് മുമ്പ് മലർക്കെ തുറക്കപ്പെട്ടിട്ട് സ്ത്രീ സമൂഹത്തോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, ഇഷ്ടപ്പെട്ട വാതിലിലൂടെ കയറിപ്പോയിക്കോന്ന്. സ്വർഗത്തിൽ പോലും ആദരിക്കപ്പെടുന്ന അവസ്ഥ, അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ മാത്രം ലഭിക്കപ്പെടുന്ന ഒരു അനുഗ്രഹമാണ്. എന്നാൽ ആ സംതൃപ്തി നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ടോ? ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഈ വിഷയം. ഒരിക്കല് ഞാൻ ഈ വിഷയം പറഞ്ഞ് പ്രസംഗിച്ചൊക്കെ പോരുമ്പോ ഒരു സഹോദരി എന്നോട് നമ്പർ വാങ്ങി. ഞാൻ വിചാരിച്ചു അടുത്ത ക്ലാസ്സിന് വിളിക്കാനായിരിക്കുന്നു. വീട്ടിലെത്തിയപ്പോ അവര് ഫോൺ ചെയ്തിട്ട് പറയാ, ഈ സംതൃപ്തി പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് അവരുടെ അടുത്ത് തീരും കിട്ടൂല. നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും ഒരു നല്ല വാക്ക്, അല്ലെ? അധിക ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. നന്നായി എന്നൊരു വർത്താനം, അങ്ങനെ ഒരു മുഖഭാവം പോലും നമ്മളോട് കാണിക്കാറില്ല. ഞാനും വിചാരിക്കാറുണ്ട്, നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ പാടുപെട്ട് പണിയെടുക്കുമ്പോ ഒരു ദിവസം നമ്മളൊന്ന് രാവിലെ എണീറ്റിട്ട് അവിടെ കിടക്കുക വയ്യ, കാലിന് വയ്യ, ഊരക്ക് വയ്യ, നല്ല വേദനയുണ്ട്. ആ കിടത്തത്തിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. എന്താണെന്നറിയോ? എന്താ നിനക്ക് പറ്റിയെന്നൊരു ചോദ്യം കേൾക്കാൻ എന്തൊരു ആഗ്രഹമാണല്ലേ? നിനക്ക് വയ്യ എന്നൊരു ചോദ്യം കേൾക്കാൻ. ആ ചോദ്യം കേൾക്കുന്നു വിചാരിച്ച് ആഗ്രഹിച്ചിങ്ങനെ കിടക്കുന്നിടത്ത് നമുക്ക് കേൾക്കാം ഒരലർച്ച, എന്തിയാ കിടക്കണേ, ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണില്ലേ എന്നാ, അല്ലേ? എന്നാലും വയ്യ എന്ന് ചോദിക്കൂല. ഇങ്ങനെയുള്ളവരെ എങ്ങനെ സംതൃപ്തിപ്പെടുത്താനാണെന്നാണ്.
അല്ലെ? അവിടെയാണ് പരിപൂർണമായ ക്ഷമ അവലംബിച്ചുകൊണ്ട്, പരിപൂർണമായ സ്നേഹം വിതറിക്കൊണ്ട് ഞാനും നിങ്ങളും അവരെ പരിചരിക്കേണ്ടത്, അവരുടെ സ്നേഹം സംതൃപ്തിയും നമ്മൾ സമ്പാദിച്ചെടുക്കേണ്ടത്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീയും ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ സ്നേഹത്തോടെ പരസ്പരം നോക്കിയിരുന്നാൽ, എത്ര മധുരാലേ കേൾക്കാൻ തന്നെ. ഒരു ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നാൽ, ആ നോട്ടം 6 മാസത്തിന്റെ ശേഷം നമ്മൾ ആരും നോക്കിയിട്ടില്ല അല്ലെ? കല്യാണം കഴിഞ്ഞ 6 മാസത്തിന്റെ ശേഷം അധികം ആളുകൾ ആ നോട്ടം നോക്കിയിട്ടില്ല, നേരം കിട്ടിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ അല്ലാഹു അതാ കാരുണ്യത്തോടെ നിങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുന്ന, നമ്മളിലേക്ക് റബ്ബിന്റെ കാരുണ്യ നോട്ടം ലഭിക്കപ്പെടും. എന്തിന്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കിയിരുന്നാൽ, ആ ഭാര്യാഭർത്തൃ സലാപത്തിന്റെ സംസർഗത്തിന്റെ സമയങ്ങളിൽ അള്ളാഹുവിന്റെ ഓർമ്മ പോലും ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ ഓർമ്മകളില്ലെങ്കിൽ പോലും ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ആ സുന്ദരമായ നിമിഷങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്ന് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒന്ന് ഹസ്തദാനം ചെയ്താൽ, അവരുടെ വിരലുകൾക്കിടയിലൂടെ അവരുടെ പാപങ്ങൾ ഇങ്ങനെ ഊർന്നു പോകുന്ന, ചോർന്നു പോകുന്ന. ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഇങ്ങനെ പവിത്രമായൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ടോ? അവിടെ തന്നെയാണ് നമ്മുടെ പരാജയം. നമ്മുടെ മക്കൾ ഇത് കണ്ടുപഠിക്കുന്നില്ല. അവർ യഥാർത്ഥ സ്നേഹത്തിന്റെ ആ പവിത്രതയും ആ സൗന്ദര്യവും കണ്ടറിഞ്ഞിട്ടില്ല. അത് ഏത് ഇന്റർനെറ്റിന്റെ ഉള്ളിലേക്ക് തലയും മനസ്സും പൂഴ്ത്തിവെച്ചാലും ഉമ്മ ബാപ്പമാരുടെ സ്നേഹസമൃദ്ധമായ സമീപനങ്ങളും പെരുമാറ്റങ്ങളും അവരെ ആകർഷിപ്പിക്കാതിരിക്കില്ല. അവരിന്ന് സ്നേഹവും തേടി അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൂൾ ബാറുകളിലേക്ക് കയറിയാൽ കാണാൻ സാധിക്കും അവരുടെ സ്നേഹസല്ലാപങ്ങളെ കുറിച്ചിട്ട്. യാതൊരു ലജ്ജയുമില്ലാത്ത സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ഞങ്ങൾ ഒരിക്കലും കോഴിക്കോട് നിന്ന് 4-5 MGMകാർ, മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ 4-5 MGMകാർ ഒരു കൂൾ ബാറിൽ കയറി. മാറഞ്ചേരി റാബിയത്തെ ഞങ്ങൾക്ക് നല്ല ഐസ്ക്രീം ഒക്കെ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ കൂൾ ബാറിൽ കയറിയപ്പോ കണ്ട ഒരു അനുഭവമുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വരുന്നത് പോലെ നല്ല ഇസ്ലാമിക വേഷവിധാനം ധരിച്ചൊരു പെൺകുട്ടി ഒരാൺകുട്ടിയുടെ മാറത്തേക്ക് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് 2 പേരും കൂടി ഒന്നിച്ചിങ്ങനെ ഐസ്ക്രീം ഒരു കപ്പിൽ നിന്നും വാങ്ങി എടുത്തു കഴിക്കുകയാണ്. ഞാൻ അവരിലേക്ക് നോക്കിയിട്ട് ഇതെന്താ സംഭവം? എന്റെ കൂടെ ഉള്ളവരിൽ ഷാഹിന ടീച്ചർ പറഞ്ഞു, ആയിഷ അങ്ങോട്ട് നോക്കണ്ട, അത് കല്യാണം കഴിഞ്ഞ കുട്ടികളാവും. ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ബെഡ്റൂം ഉണ്ടാവൂലേ? ഇതെന്താണ് അവസ്ഥ? കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് ഒരു ബെഡ്റൂം ഉണ്ടാവൂലേ? ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതിന്റെ ഇടയിലും അവരെ തന്നെ ശ്രദ്ധിച്ചപ്പോ എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. ഏകദേശം ഡോറിന്റെ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടി, അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ചങ്ക് അല്ലെ, ഈ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ചങ്ക് എന്തിനിരിക്കാന്നറിയോ? പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ മെസ്സേജ് കൊടുക്കാൻ, അപകടകരമായ അവസ്ഥകൾ വല്ലതും ഉണ്ടെങ്കിൽ ഇവൾക്ക് മെസ്സേജ് കൊടുക്കാൻ. ഇവർ തമ്മിലുള്ള ആംഗ്യവിക്ഷേപണങ്ങളിലൂടെ ഇവർ തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായി. ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത്, ഒറ്റയ്ക്കിരിക്കുന്ന മോളുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, മോളെ നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? എനിക്ക് പരിചയമുള്ള ഒരു നാട് പറഞ്ഞു. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? എനിക്ക് പരിചയമുള്ള ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു. എനിക്ക് ആ മകളോട്, ആ പൊന്നുമോളോടൊന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ, കുഞ്ഞുമക്കളെ നിങ്ങൾക്കറിയുമോ, ഈ സമയം, ഈ അസറിന്റെ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ഉമ്മ എന്ത് ചെയ്യുകയാണെന്നറിയുമോ? നിങ്ങൾക്ക് എന്നെ പോലെയുള്ള നിങ്ങളുടെ ഉമ്മമാർക്ക് അസർ നമസ്കാരപ്പായലിരുന്നിട്ട് ഒന്ന് ദിക്റ് ചെല്ലാൻ പോലും മനസ്സ് വരാറില്ല. കാരണം വിശന്ന് വരുന്നുണ്ട് എന്റെ മകൾ എന്ന ആവലാതിയോടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ഇറങ്ങി നിങ്ങളെ മാത്രം മനസ്സിൽ കണ്ട് എന്റെ കുഞ്ഞെവിടെ പോയി, അവൾ എന്തുകൊണ്ട് വന്നില്ലെന്ന് ചിന്തിച്ച് വേവലാതിയോടെ ഇരിക്കുന്ന ഒരു ഉമ്മയെങ്കിലും നിങ്ങൾ ഓർത്തോ മകളെ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി ഇങ്ങനെ കണ്ണിലേക്ക് നോക്കുക അല്ലേ? എന്താ കാര്യം? ഈ രൂപത്തിലുള്ള മക്കൾക്കൊക്കെ വീട്ടിൽ കാണണം സ്നേഹസമൃദ്ധമായ ഈ സമീപനങ്ങള്, ഈ സന്തോഷ നിമിഷങ്ങള്, ഈ ഒരു ധന്യമായ മുഹൂർത്തങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ചാൽ അവർ ഇത്തരം ഇടങ്ങളിൽ സ്നേഹം തേടിപ്പോവുകയില്ല. അതിന് ഭർത്താവിന്റെ ഹൃദയത്തിൽ എനിക്കും നിങ്ങൾക്കും ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചക മനസ്സിൽ സ്ഥാനം പിടിച്ചതുപോലെ ഒരിക്കൽ ഹല റളിയല്ലാഹു അൻഹ കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിനോട് സലാം ചൊല്ലിയും ആ നിമിഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, പടച്ചവനെ, എന്റെ ഖദീജയുടെ അതേ ശബ്ദമാണത്. എന്താണ് ആ ശബ്ദം? ആ ഹൃദയത്തിലേക്കായി നിറങ്ങിയത് തന്റെ വേദനകളിൽ തനിക്ക് സമാശ്വാസം നൽകിയ,
തന്റെ സങ്കടങ്ങളിൽ തന്നെ ചേർത്ത് പിടിച്ച, തന്നോട് ചേർന്ന് നിന്ന, തനിക്ക് സ്നേഹം ആവോളം വാരി വിളമ്പി തന്ന തന്റെ പ്രിയപ്പെട്ട ഖദീജയുടെ ശബ്ദം മറക്കാൻ സാധിക്കില്ല. അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാൽ നമുക്ക് അത്തരം ഹൃദയങ്ങളിൽ നിന്നും ഹൃദയത്തിലേക്ക് പകർന്നു നൽകാനുള്ള സ്നേഹത്തിന് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മരണശേഷം ഇപ്രകാരം നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളെ ഓർക്കാൻ സാധ്യതയുണ്ടോ എന്ന് സത്യസന്ധമായി ഹൃദയത്തോടൊന്ന് ചോദിച്ചു നോക്കുക. ഒരുപക്ഷെ നമ്മുടെ മരണശേഷം കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാനാണോ അവര് സാധ്യത? അതല്ല, നമ്മുടെ ശബ്ദം കേൾക്കുമ്പോ അവളുടെ ശബ്ദം പോലും എന്നെ പിന്നിലേക്ക് നയിക്കുന്നു എന്ന ഓർമ്മയോടെ വേദനിക്കുന്ന ഭർത്താക്കന്മാരോ ആരാണ് നമുക്കുണ്ടായിരിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ ഭാര്യാഭർത്തൃ ബന്ധത്തെ ഏറ്റവും സുന്ദരമായി കൊണ്ട് ഞാനും നിങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. ഞാൻ പറയപ്പെട്ട ഈ 3 ബന്ധങ്ങളും, മാതാപിതാക്കളോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, അതേ പ്രകാരം തന്നെ ഭർത്താക്കന്മാരോടുള്ള ബന്ധം, ഇനി നമുക്ക് കൂട്ടുകുടുംബങ്ങളുണ്ട്, അവരോടുള്ള ബന്ധം. നേരത്തെ ഞാൻ പറയപ്പെട്ടു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ് മുറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യലല്ല, ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യലല്ല. മുറിയപ്പെടാൻ പോകുന്നു എന്ന് തോന്നുന്ന ബന്ധങ്ങളിലേക്ക് സ്നേഹോപഹാരങ്ങൾ നൽകിക്കൊണ്ടും അവർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ടും അവരോട് അടുപ്പം കാണിച്ചുകൊണ്ടും ബന്ധം ചേർക്കലാണത്, അല്ലേ? നമ്മൾ ഓർക്കണം, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന. കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുവുമായിട്ട്, ജ്യേഷ്ഠാനിയന്മാരുമായി, അനിയത്തിമാരുമായിട്ട്, ഭർത്താവിന്റെ ജ്യേഷ്ഠാനിയന്മാരുമായിട്ട്, ആങ്ങളമാരുമായിട്ട്, മൂത്താപ്പമാരുമായിട്ട്, ആരെങ്കിലുമായിട്ട് നമ്മുടെ ബന്ധം എവിടെയെങ്കിലും ഒലച്ചിലുകൾ സംഭവിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതുമൂലം നമുക്ക് സ്വർഗം നിഷേധിക്കപ്പെടുമെന്ന ഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ആരെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അന്യർക്ക് ദാനം ചെയ്യുന്നത് പോലും സ്വീകാര്യമാവുകയില്ല. കുടുംബത്തിന് ദാനം ചെയ്താൽ അതിന് 2 പ്രതിഫലമുണ്ടെന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരിക. കുടുംബ ബന്ധം ചേർത്തിയതിന്റെ പ്രതിഫലം, അതോടൊപ്പം തന്നെ ദാനം ചെയ്തതിന്റെ പ്രതിഫലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബ ബന്ധങ്ങളെ ഏറ്റവും ശക്തമായി മുറുകെ പിടിക്കാൻ വീട്ടിലെ സ്ത്രീകളായിട്ടുള്ള